വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കല്യാണ തലേന്നിന്റെ വ്ലോഗാണ്. ചേട്ടായിയുടെ കല്യാണമാണ്. അപ്പോ നാളെയാണ് കല്യാണം, 23-ാം തീയതി, ജൂൺ 23-ാം തീയതി. അപ്പൊ ഇന്ന് ജൂൺ 22-ാം തീയതിയാണ്. അപ്പൊ ബേസിക്കലി കല്യാണ തലേന്ന്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് വ്ലോഗ് ആക്കി കഴിഞ്ഞാൽ രസമാണല്ലോ, പിന്നെ എനിക്ക് തന്നെ എടുത്ത് കാണാലോ എന്തെങ്കിലുമൊക്കെ. ഞാൻ എണീറ്റ് വെല്ലൊക്കെ തേച്ച് ഇങ്ങനെ വന്നിരിക്കുന്നു. എന്റെ മമ്മി ഇവിടെ രാവിലെ തന്നെ തേങ്ങയൊക്കെ ചെരുകി. എന്തിനമ്മ? അധികം ഗസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ, വെറുതെ കുറച്ചു പേരുണ്ടാവും. ഞാൻ ഉണ്ടാക്കിയ സാമ്പാർ, ശംഖുപുഷ്പത്തിന്റെ വെള്ളം. എന്തിനായിരുന്നു? കുളിക്കാനാ? അല്ല, അത് കുടിച്ചെന്തായിരുന്നു ഉപകാരം? ഇന്ന് അമ്പലത്തിൽ പോണം ചേട്ടായുടെ കൂടെ. ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല, ഉറക്കത്തിന്ന് വന്നതുപോലെ ഒരുമാതിരി ഭ്രാന്തത്തിയുടെ പോലെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്ന് നമുക്ക് അമ്പലത്തിൽ പോവാം. അപ്പൊ നല്ല രസല്ലേ, പക്ഷെ കേടായി. മറ്റേ ചാർലിയിലെ ടോപ്പ് പോലെ ഞാൻ തായ്ലൻഡിൽ പോയി പഠിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങൾ ടെമ്പിൾ പോട്ടെ. പൊതുവെ നമ്മുടെ അവിടുത്തെ ഒരു സെറ്റപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും വിശേഷ പരിപാടി ഉള്ളതിന്റെ തലേദിവസം കേട്ട് നമ്മൾ എല്ലാ അമ്പലത്തിലും പോയി ഒന്ന് തൊഴുതിട്ട് വരും. ഇവിടെ അടുത്തുള്ള അമ്പലങ്ങളിൽ തന്നെയാണ് പോവാറ്. പൊതുവെ അമ്മയാണ് ചേട്ടായിനെ കൊണ്ട് പോവാറ്. പക്ഷെ ഇപ്രാവശ്യം അമ്മ ബിസി ആയതുകൊണ്ടും പൊന്നുവിന് ക്ലാസ് ഉള്ളതുകൊണ്ടും ഞാനാണ് കമ്പനിക്ക് പോയത്. ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ ഒന്ന് ഒരു ശിവന്റെ അമ്പലവും ഒന്ന് ദേവിയുടെ അമ്പലമായിരുന്നു. ദേവിയുടെ അമ്പലം അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ്, പുത്തുകാവ് എന്നാണ് പേര്. അപ്പൊ അവിടെയൊക്കെ പോയി അത് കഴിഞ്ഞ് നമുക്ക് ലൈറ്റ് കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. ബീം ലൈറ്റ് എന്നാണ് ഇതിനെ പറയാ തോന്നുന്നു. അതും കളക്ട് ചെയ്ത് വന്നപ്പോഴാണ് ഡ്രസ്സ് തേക്കാൻ കൊടുത്തിട്ടില്ല എന്നുള്ള നഗ്ന സത്യം നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ ഡ്രസ്സ് തേക്കാൻ കൊടുക്കാനും പോയി. അതിന്റെ കൂടെ എന്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട്, അവരും പിക്ക് ചെയ്യാന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടാളും കൂടി പോയി. അങ്ങനെ ഓരോരുത്തരെ പിക്ക് ചെയ്യാണ്. നമ്മളങ്ങനെ കുറെ നേരം വർത്താനം പറഞ്ഞ് ചില്ല് ചെയ്തിരുന്നു. നമ്മളെല്ലാരും കൂടി ഇങ്ങനെ തന്നെയാണ്. നമ്മൾ കുറെ നേരം വർത്താനം പറഞ്ഞ് ചില്ല് ചെയ്തിരിക്കും. പിന്നെ അപ്പുറത്ത് അമ്മയും വല്യമ്മയും ഒക്കെ ഈ ബ്ലൗസിന്റെ ലാസ്റ്റ് അറ്റകുറ്റപ്പണികൾ, ഞൊറി എടുത്ത് വെക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളിലാണ്. മഴയാണല്ലോ, ആൾക്കാരൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. അങ്ങനെ വൈകിട്ടായപ്പോഴേക്കും ഗസ്റ്റ് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയിരുന്നു. പിന്നെ കുറെയൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയായിരുന്നു. ഇവിടെ അപ്പുറത്ത് അവരിരുന്ന് വൻ യുനോ കളിയായിരുന്നു. റൂം ഫുൾ അലോക്കേറ്റ് ചെയ്ത് അവരിരുന്ന് അങ്ങ് യുനോ കളിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ ഫുഡ് വന്നായിരുന്നു. ഫുഡ് നമ്മൾ പറഞ്ഞത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പൊ റൈസും ചിക്കനും സാലഡും അച്ചാറും കൂടിയിട്ടാണ് വന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ മറന്നുപോയി ഞാൻ വ്ളോഗ് എടുക്കാന്നുള്ള കാര്യം. പിന്നെ എല്ലാവർക്കും ഫുഡ് കൊടുക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കലും ഒക്കെ ആയിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പക്ഷെ ഫുഡ് ആസ് സച്ച് അത്യാവശ്യം നല്ലതായിരുന്നു. നമുക്ക് ഈ സമയത്ത് വയ്ക്കാന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ലല്ലോ. ലാസ്റ്റ് ഫുഡ് നമുക്ക് കഴിക്കാൻ വിശന്നിട്ട് ഒരു രക്ഷയില്ലാതെ നമ്മൾ ബാക്കിൽ പോയിരുന്ന് ഫുഡ് കഴിച്ചു, ഞാനും പൊന്നും തക്കും കൂടി. ഇപ്പോഴെങ്കിലും കഴിച്ചില്ലെങ്കിൽ നാളെ പിന്നെ രാവിലെ പോലും ഉണ്ടാവില്ല, ഫുഡും ഉണ്ടാവില്ല, ആകെ കൂടി പ്രശ്നമായിരിക്കും. നാളെ 3 മണിക്ക് എണീക്കണം, 4 മണിക്ക് മേക്കപ്പ് ചെയ്യണം. അങ്ങനെ എല്ലാവരും ഇറങ്ങി. പിന്നെ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഞാൻ വളരെയധികം ടയേർഡായി. ആ ഒരു കിടപ്പാണ് ഈ കാണുന്നത്. അങ്ങനെ ആകെ കൂടി ക്ഷീണിച്ച സുഹൃത്തുക്കളെ, അയ്യോ ഇനി നമുക്ക് നാളെ കാണാം. എല്ലാവരും പോയി. നാളെ വെളുപ്പിന് 3 മണിക്ക് എണീക്കണം, ചേച്ചി വരും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതോടെ വെച്ച് നിർത്താം. ബാക്കി നമുക്ക് നാളെ കല്യാണ വിശേഷം. ബൈ.